നമസ്കാരം. ഞാൻ രഞ്ജിത് കുമാർ. നമുക്ക് ഏപ്രിൽ 9 കേരളത്തിലെ ഇലക്ഷനാണ്. മെയ് 4 ഈ സമയമാകുമ്പോഴേക്കും ആഘോഷങ്ങളുടെ ബഹളായിരിക്കും. ആരാണ് ആഘോഷിക്കുന്നതെന്നുള്ളത് ഞാൻ പറയാം. കേരളം മറുചട്ടിയിൽ നിന്നും എരുതിയിലേക്കോ എന്നൊരു സംശയം ഉണ്ടായിരിക്കും. ആര് ഭരിച്ചാലും LDF ഭരിച്ചാലും UDF ഭരിച്ചാലും LDFിൻ്റെ കിരാത ഭരണം, UDFിൻ്റെ ജിഹാദി ഭരണം, ഏതെങ്കിലും ഒന്നിലേക്ക് കേരളം കൊണ്ടുപോകുന്നു എന്നത് എല്ലാവരും സംശയിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല. വരാൻ പോകുന്ന ഇലക്ഷനിൽ NDA നല്ല മുന്നേറ്റം കാഴ്ചവെക്കും. പലരും പറഞ്ഞു 4 സീറ്റ് അല്ലെങ്കിൽ 10 സീറ്റ്, കൂടുതൽ വന്നാൽ 19 സീറ്റ് എന്നൊക്കെ പറഞ്ഞു കിട്ടും. പലരും പിന്നെ സർവേ എടുക്കാതെ ഊഹം വെച്ച് പറയുന്നതിലുണ്ട്. ഊഹമൊന്നുമല്ല, സർവേ എന്നല്ല, ജനങ്ങളുടെ നാടിത്തിരിപ്പ് അറിയാവുന്ന നിലക്ക് പറയുകയാണ്. തീർച്ചയായിട്ടും 40-ന് മുകളിൽ സീറ്റുകൾ NDA നേടും. നേടിക്കഴിഞ്ഞാൽ തൂക്കുസഭ തന്നെയായിരിക്കും. പണ്ട് ഇന്ദിരയുടെ മരണത്തിന് ശേഷം, എംജിആറിൻ്റെ മരണത്തിന് ശേഷം PC അലക്സാണ്ടറിനെ തമിഴ്നാട്ടിലെ ഗവർണറാക്കി 2 പ്രാവശ്യം നീട്ടിവെച്ച് ഇലക്ഷൻ ഏകദേശം ഒരു കൊല്ലം ഗവർണർ ഭരണം ഏറ്റവും നല്ല ഭരണം, മനോഹരമായ ഭരണം. എന്ത് കംപ്ലൈൻറ്റ് ചെയ്താലും ഉടനെ ആക്ഷൻ എടുക്കുന്ന, എല്ലാ സ്ഥലത്തും ഓടി നടന്നെത്തിയിരുന്ന PC അലക്സാണ്ടർ എന്ന മലയാളിയുടെ ഭരണമായിരുന്നു ഒരു കൊല്ലം. തമിഴ്നാട്ടിൻ്റെ ഏറ്റവും നല്ല സമയം. അദ്ദേഹത്തിൻ്റെ മകള് മൗണ്ട് റോഡിൽ അണ്ണാ സ്റ്റാച്യൂവിൻ്റെ അവിടെ ട്രാഫിക് വയലേഷൻ ചെയ്തെന്ന് പറഞ്ഞ് ട്രാഫിക് പോലീസ് പിടിച്ച് ഫൈൻ അടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഭരിക്കുന്ന ഗവർണറുടെ മകളുടെ കാറാണ് തടഞ്ഞു നിർത്തി അവർ ഫൈൻ അടിപ്പിച്ചത്. അത്രയും നല്ലൊരു സത്യസന്ധമായ ഭരണം നടത്തിയതാണ്. അന്നേരം ആ സമയത്ത് രാജീവ് ഗാന്ധി പല പ്രാവശ്യം പിന്നെ തമിഴ്നാട്ടിൽ വരികയും ഇലക്ട്രിക് ട്രെയിനിൽ ട്രാവൽ ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ കോൺഗ്രസിനൊന്നും നേടാൻ പറ്റിയില്ല. PC അലക്സാണ്ടറിൻ്റെ പേര് പറഞ്ഞ് കോൺഗ്രസ്സിന് തിരിച്ചും വീണ്ടും ഭരണത്തിൽ വരാം. 67 പോയതിന് ശേഷം തിരിച്ചു പിടിക്കാമെന്നുള്ള ഒരു മോഹത്തോടെയാണ്. പക്ഷേ PC അലക്സാണ്ടറിൻ്റെ ഭരണം നന്നായിട്ടും കോൺഗ്രസിൻ്റെ മോഹം നടന്നില്ല. BJPയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. തീർച്ചയായിട്ടും BJP തൂക്കുസഭയാണെങ്കിലും 2027 അല്ലെങ്കിൽ 28 വീണ്ടും കേരളത്തിലെ ഒരു ഇലക്ഷൻ വരുമ്പോൾ ഫുൾ മെജോറിറ്റിയോടുകൂടെ 75-80 സീറ്റിന് മുകളിൽ സീറ്റ് നേടി ഫുൾ മെജോറിറ്റിയോടുകൂടി കേരളം പിടിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയം വേണ്ട, ബലമായ സംശയമൊന്നും വേണ്ട ആർക്കും. 100% ഉറപ്പാണ് NDA വിജയിക്കും. പ്രതീക്ഷയോടെ രഞ്ജിത് കുമാർ.